ശകുനത്തിൽ ആനയുടെ പിൻഭാഗം കാണുന്നത് നല്ലതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഇടുക്കി അടിമാലി റൂട്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും മീനുളിയൻ പാറ എന്ന് പറയുന്നൊരു പ്ലേസ് ഉണ്ട്. അടിമാലി വരെ പോകണ്ട, ഏകദേശം മൂന്നാറുമായിട്ടൊരു 50 കിലോമീറ്റേഴ്സ്, 50 കിലോമീറ്ററിന്റെ വ്യത്യാസത്തിലുള്ള മീനുളിയൻ പാറയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കുറേ ആളുകളൊക്കെ അവിടെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പോകുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ, അല്ലെങ്കിൽ 5 മണി ആകുമ്പോഴത്തേക്കും പാറയിൽ എത്തുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ പകൽ സമയത്ത് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം മീൻസ് രാവിലെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും അവിടെ ചെല്ലുന്ന മുകളിൽ ചെല്ലാൻ നമ്മൾ തളർന്ന് വീഴും. ആ ഒരു പ്രോബ്ലം നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു യാത്ര നമ്മൾ ഈ ഒരു ഈവനിങ് ടൈമിലേക്ക് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മലയുടെ മുകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അതേപോലെ തന്നെ മഴയില്ലാത്തത് കാരണം നമുക്ക് കോട ഉണ്ടാകത്തില്ല, പകരം നമുക്ക് നല്ല സ്കൈ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചകൾ കാണാം. പെരിയാർ ഒഴുകി വരുന്ന, ചെരിഞ്ഞു വരുന്ന ആ ഒരു പെരിയാർ നദിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മുട്ടയുണ്ട്. അതേപോലെ തന്നെ കോട്ടയത്ത് ഒരുമാതിരി ഫേമസ് ആയിട്ടുള്ള ഒരു റൈഡിങ് കമ്മ്യൂണിറ്റിയാണ്. റൈഡിങ് കമ്മ്യൂണിറ്റി എന്നല്ല, ട്രാവൽ കമ്മ്യൂണിറ്റി എന്ന് വേണം നമുക്ക് പറയാം. ഒരുപാട് യാത്രകളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരും അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് ആളുകളും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കൊസാക്സ് എന്ന് പറയുന്ന ക്ലബ്ബ്. അപ്പം ആ ക്ലബിന്റെ അഡ്മിന്മാരിലുള്ള ഒരാളും കൂടെ നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഷിബിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം നമ്മുടെ മൊട്ടത്തലയും സിദ്ധാർത്ഥിനെയും ഷിബിനെയും നമുക്ക് വഴിയിൽ നിന്ന് തന്നെ പിക്ക് ചെയ്യണം. അപ്പോൾ ഇവർ 2 പേരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാവൽ വീഡിയോ കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. 3 പേര് പോയി കഴിഞ്ഞാൽ മുഞ്ചി പോകും എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ 3 പേരും കൂടെ പോവുകയാണ്. ഷിബിനാണ് നമുക്ക് ഇന്ന് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തതും അതേപോലെ തന്നെ ഈ റൈഡെല്ലാം ഇന്ന് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഷിബിനാണ്. അപ്പോൾ നമുക്ക് ഇവരെ 2 പേരെയും ആദ്യമേ പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നേരെ മീനുളിയൻ പാറ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളോ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് യാത്ര തിരിക്കുക. അങ്ങനെ കഴിച്ച് നമ്മള് കാളിയാർ എത്തിയിരിക്കുകയാണ്. കാളിയാറിന്ന് ഇനി കുറച്ചുകൂടി ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ടാവും മീനുളിപ്പാറയിലേക്ക്. അവിടുന്ന് പിന്നെ കുറച്ചുകൂടി ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാർ എത്താൻ പറ്റും. ഒരു ഏകദേശം ഒരു 50 കിലോമീറ്റേഴ്സ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാർ എത്താൻ പറ്റും. മൂന്നാറിന്റെ ഒരു വീഡിയോസും കൂടെ നമ്മൾ ഇതിനടുത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡുകളാണ്. നമ്മൾ സാധാരണ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ വാഗമണ്ണൊക്കെ പോകുമ്പോൾ കണ്ടു റോഡ് വളരെ ബോറായിട്ടുള്ള റോഡായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈൻസ് ഇട്ടിട്ടുള്ള നല്ല റോഡുകളാണ് വന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ നേതാക്കന്മാരെ ഇവര് വിജയിപ്പിച്ചിട്ട് നമുക്ക് ഒരു തെറ്റും പറയാൻ പറ്റില്ല. അതേപോലെ നല്ല റോഡുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് മലയുടെ ഏകദേശം ഒരു വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം ചെറിയൊരു ടൗൺഷിപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ആ കാളിയാർ ടൗൺഷിപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഇത് ഈ കെട്ടിടങ്ങളെല്ലാം ഒന്ന് ഒഴിവായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ പ്രകൃതിയുടെ ഭംഗി കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും. പുറകിലിരുന്ന് ഒരുത്തം ചിരിക്കുന്നുണ്ട്. മറ്റേ ഉള്ള ബിസ്ക്കറ്റെല്ലാം കൂടെ കയറ്റിയിട്ട് ഐഫോണിന് ക്ലാരിറ്റി ഇല്ല, മറ്റേ IQ7 ആയിരിക്കും. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഫോണായിട്ട് ഒരാൾ പുറകിലിരിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാരിറ്റി ഉള്ള സിദ്ധാർത്ഥ് ഉപയോഗിക്കുന്ന ഫോൺ കണ്ടില്ലേ? ബൊലേനോടെ പുറകെ നിറഞ്ഞ ഒരാൾ ഇരിക്കുന്നുണ്ടോ? ഇവന്റെ ഇതേ കയറി വലിഞ്ഞപ്പോൾ നമുക്ക് ഉറപ്പായി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗുഡ്സ് കൊണ്ട് അത്തഞ്ചം പോയി കഴിഞ്ഞാൽ നീ കാഴ്ച വന്നോളാം കേട്ടോ. ആ ടൗൺഷിപ്പിന്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേ കണ്ടോ മലയെല്ലാം കാണാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മലയുടെ ഒരു സൈഡായിട്ടാണെന്ന് തോന്നുന്നു മീനുളിപ്പാറ എന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. 15 കിലോമീറ്റർ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ ഏകദേശം 15 കിലോമീറ്റർ കൂടെ ഉണ്ട്. മണ്ണപ്പുറം വന്നതിന് ശേഷം നമ്മൾ റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമ്മൾ കോട്ടയം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. കോട്ടയം തൊടുപുഴ അങ്ങനെയാണ് കയറി വന്നിരിക്കുന്നത്. വന്നതിന് ശേഷം നമ്മൾ വണ്ണപ്പുറത്തുനിന്ന് ഈ കാണുന്ന റോഡ് എടുക്കണം. അതായത് ചേലപ്പുറം മണ്ണപ്പുറം റോഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേലപ്പുറം മണ്ണപ്പുറം റോഡ് കയറി വേണം നമ്മൾ മീനുളിപ്പാറയിലേക്ക് എത്താനായിട്ട്. അങ്ങനെ നമ്മൾ ഹെയർ പിൻസ് കയറി തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് നമ്മളൊരു ഹൈ റേഞ്ചോ എത്താൻ പോകുന്നുണ്ട്. ഹൈടെക് കൊള്ളാം. ഹൈടെക്കുകാരൻ ഫ്രണ്ടായി പോകുന്നുണ്ട്. അതിൻ്റെ പുറകെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ കയറ്റങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഹെയർ പിൻസ് ആണ്, നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും.
ഒരു വൃത്തികേട്ടാണ് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പോയിട്ട് നമുക്കൊന്ന് ഞെട്ടിപ്പോയായിരുന്നു. കാരണം നമ്മുടെ ഫ്രണ്ടുമായിട്ട് അവൻ പോയെന്ന് വിചാരിച്ചത്. ഹെയർ പിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിങ് എഡ്ജോട് കൂടിയിട്ടുള്ള ഹെയർ പിൻസ് ആണ്. ഇത് കണ്ടില്ലേ, അത് നല്ല വൃത്തിയായിട്ട് റോഡുമായിട്ടുണ്ട്. ഇപ്പം കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞു തീർത്തേ ഉള്ളായിരുന്നു ഇവിടുത്തെ MLA ഒക്കെ നല്ല ഇതാണ്. കാരണം റോഡൊക്കെ നല്ല വെട്ടിക്കെട്ടായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ടെറൈൻ നല്ല രീതിയിൽ മോശമായിക്കൊണ്ടിരിക്കുക. ടെറൈൻ അല്ല, റോഡ് നല്ല രീതിയിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സാറിനും പിന്നെ അശോകേട്ടന്റെ പുറകെ ആയത് കാരണം അശോകേട്ടന്റെ പുറകെ പോയി കഴിഞ്ഞാൽ വലിയ പടുകുഴിയൊന്നും കാണത്തില്ല. മാത്രമല്ല ഇത് പാഴാണെന്നുണ്ടെങ്കിൽ ബലൻഡോ ആയത് കാരണേ വല്ല കുഴിയിലോട്ട് ചെന്ന് ചാടിയിട്ടുണ്ട്. പിന്നെ വെറുക്കെടുക്കണം. എന്റെ പൊന്നടാ പോയി നീ ഇത് കണ്ടോ, വലിയ കിണർ കുത്തി വെച്ചേക്കുന്ന റോഡി. ബലൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലിരുന്ന് ടാറ്റ ഫാൻ പറഞ്ഞു കേട്ടായിരുന്നുണ്ടേ. ഒരു മയത്തില് ഒരു മര്യാദ ഇല്ലാത്ത വരവ്. കുറച്ച് ബൈക്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മള് ഒരു ചെറിയ ചായക്കടയൊക്കെ കാണാനുണ്ട്. ചായക്കട മാത്രമല്ല സർപ്രൈസ് ഉണ്ട് ഗൈസ്. സർപ്രൈസ്. അതായത് 80കളിലെ വസന്തമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കൂ ഗൈസ്, നാടൻ തെങ്ങ് പന. ഒരു മനുഷ്യനല്ലടാ ചാടി ഇറങ്ങിയത്. ബസ്സിൽ ചാടി ഇറങ്ങുന്നു. നിർത്തി അങ്ങ് അപമാനിക്കും ബസ്സിനെയൊക്കെ. ഐറ്റം ഞങ്ങൾക്ക് പിടിച്ചാലോ? അശോകേട്ടാ ക്ഷമിക്ക അശോകേട്ടാ. ഇവിടുന്ന് മേളിലോട്ടോ കാറ്റടിക്കണോ? അപ്പൊ ഇവിടുന്ന് നല്ല വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അതൊക്കെ ആ സമയം കണ്ടല്ലോ, ഞങ്ങൾ ഇറങ്ങിയ സമയം കാണും. 12 ആയപ്പോൾ ഇറങ്ങിയതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചൂട് സമയമായിരുന്നു. നമ്മൾ രാവിലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സമയത്ത് മല കയറുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, നമ്മൾ ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് അങ്ങ് കയറുവാണെന്നുണ്ടെങ്കിൽ വലിയ ചൂടൊന്നും കാണത്തില്ല, വളരെ നൈസായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരിക്കും. അത് വെച്ചിട്ട് അങ്ങ് പോയതാണ്, കുഴപ്പമില്ലാത്ത രീതി. ഇപ്പം തന്നെ കണ്ടില്ലേ വെയിലൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്. കള്ളിപ്പാറ ഇടുക്കി രൂപത വരെ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം റോഡ് നല്ലതായിട്ട് കിടപ്പുണ്ട്. ആ ഹെയർപിന് കിടക്കുന്നുണ്ട്. അവിടെ ശരിക്കും നന്നാക്കി ഇടേണ്ടത്. ഇവിടെയൊക്കെ എങ്ങനെ കിടന്നു പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഓടിച്ചോണ്ട് പോവാം. ഹെയർപിൻ അങ്ങ് നശിപ്പിച്ചങ്ങ് വെച്ചേക്കുവാണ്. വെടിക്കെട്ട് വ്യൂ, നല്ല വെടിക്കെട്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോഴത്തേക്കുള്ള ആ ഒരു കാഴ്ച നമ്മളെ അങ്ങോട്ട് രസിപ്പിക്കുന്നത്. കാരണം ഒരു എസ് പോലത്തെ ഒരു വളവ്, സൈഡിലുള്ള ഒരു വ്യൂ, ഈ സൈഡിൽ വേറെ ഒരു രീതിയിലുള്ള ഒരു വ്യൂ. ക്രോസ് റോഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ഹെയർപിൻ കൂടെ വരുന്നുണ്ട്. ഫ്രണ്ടേ നമ്മുടെ പോകുന്നുണ്ട്. രോമാഞ്ചം സിദ്ധൂർത്തിന്റെ രോമെല്ലാം പൊങ്ങി. അതെങ്ങനെ അവിടെ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥ തന്നെ ഒക്കെ മേളിൽ ചാടിച്ചാകുമായിരിക്കും. പിള്ളേരെല്ലാം പറന്നടിച്ച് വരുന്നുണ്ട്. മക്കളെ നല്ല വ്യൂ ആണ് കാണുന്നത്. ഇവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. ചെറിയൊരു ചായ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തായാലും കുടിക്കുന്നതായിരിക്കും. കാരണം അതേപോലെ വ്യൂ ആണ്. ഈ സമയത്ത് കയറുന്നത് നമ്മളും ടിയാഗോയും മാത്രമേ അങ്ങോട്ട് കയറുന്നുള്ളൂ. ബാക്കി എല്ലാവരും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ സെയിം മെന്റലി ആ പ്രോബ്ലം ഉള്ളതെന്ന് തന്നെയാണ് തോന്നുന്നു ആ ടിയാഗോയ്ക്കകത്ത് ഉള്ളതെന്ന് തോന്നുന്നു. നിന്നെ ഇപ്പം വഴിയിലിറക്കി വിടുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അത് ശരി. എടാ 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിട്ട് 50 രൂപ. ഇവൻ കൊല്ലത്തുനിന്ന് ബസ് കയറി വന്നാ. ഇവനാണ് ഒറിജിനൽ കൊല്ലം ഫ്യൂരി. ഷിബിനും അഖിലും എന്റെ കൂടെ ഉണ്ട്. ആയിക്കോട്ടെ. ഇവനെവിടെ ഇറക്കിയിട്ടുണ്ട്? പൈസ ഇല്ല തിരിച്ചു. ടിയാഗോ ജെറ്റടിച്ച് പോവാ. ടിയാഗോ കരിമീൻ ജ്യൂസ് എന്നൊക്കെ പറയുന്ന നേരമുണ്ടോ? ഇവന്റെ ടിയാഗോത്ത് നാഫ്ത അടിക്കുന്നതാണ് പറഞ്ഞ പെട്രോളിന് പകരം. ആണോ? അതാ ഇവൻ പറയുന്നത് എന്റെ ടിയാഗോ ജെറ്റാന്നല്ലേ. ഇപ്പൊ തന്നെ ഇവൻ കയറിയിരുന്ന വണ്ടിക്ക് നല്ല മൈലേജ് അല്ല. നല്ല മൈലേജ് പകുതി തള്ളി തരുവേ. പക്ഷെ ഇപ്പൊ കുറച്ചു നേരം ഉണ്ടായിരുന്നു 12 ആയി പോയതുകൊണ്ടോ നമ്മുടെ കിലോമീറ്റർ വരെ ഇവിടുന്ന് പോയപ്പോ 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു മൈലേജ്. പക്ഷെ 17 ആയിട്ടുണ്ട്. വാതുറക്കാത്തതിന്റെയാ. സിദ്ധാർത്ഥ എന്തെങ്കിലും പറ. ഇവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാനായിട്ടുള്ള യോഗ്യത ഇവനുണ്ട്. എന്നാന്നറിയോ? അപ്പൊ നമ്മള് മീനുളിയൻ പാറയിലേക്കുള്ള ഡീവിയേഷൻ എടുത്തിട്ടുണ്ട്. വെൺമണി എന്നാണ് ഡീവിയേഷൻ വരുന്നത്. നമ്മൾ അവിടുന്ന് മല കയറി വരുമ്പോഴത്തേക്കും വെൺമണി ജംഗ്ഷൻ വരും. വെൺമണി ജംഗ്ഷനിൽ നിന്ന്
ഓ അടി കേട്ടോ, അടിയിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വഴിയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ മെയിൻ റോഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ മീനുളിയൻ പാറയിലേക്കുള്ള ആ ഒരു ഡീവിയേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് നമുക്കൊരു ട്രാൻസ്ഫോമർ വന്നിട്ടുണ്ട്, ഇലക്ട്രിക് ട്രാൻസ്ഫോമർ വന്നിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്, കേരള PWDന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. സാധാരണ നമുക്കിവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ആളുകളുടെ സ്വഭാവം അനുസരിച്ച് ഇതൊക്കെ നശിപ്പിച്ച് കളയാറുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വലിയ കാര്യമായിട്ട് നോക്കണ്ട. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഇതിലിപ്പോൾ ട്രാൻസ്ഫോമർ ഇരിക്കുന്നതാണ്, അതേ കയറി എന്തായാലും ആരും കുഞ്ഞു കളിക്കത്തില്ല. കാരണം ജീവൻ പോകുന്ന പരിപാടി ആയത് കാരണം അതേ കയറി പിടിച്ചാരും നശിപ്പിക്കാനും നിൽക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്കൊരു അടയാളമായിട്ട് വെക്കാം. എന്നിട്ട് ഇതാ ഈ കാണുന്ന മണ്ണ് വഴികളാണ് ആ മീനുളിയൻ പാറയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പോലെയാണ് ഇപ്പോൾ ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് പോവുകയാണ്. ഓ നമ്മളെ നാട്ടിക്കാൻ വേണ്ടി 1800 കയറി വരുന്നു. അവനൊരു കുഴപ്പമില്ലാതെ വരുന്നു. സിദ്ധാർത്ഥ ഇപ്പോൾ പറയുന്നത് ഭയങ്കര കുഴപ്പമാണ്. അവിടെ മുടിഞ്ഞ ഓഫ് റോഡാണല്ലോ അവിടെ. അവര് നോക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ സാധനമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കാതിരിക്കുമോ? ആ അത്ര നല്ല വണ്ടിയായത് കാരണം നല്ല മുടിഞ്ഞൊരു കയറ്റം വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്കൂടെ കയറ്റിക്കൊണ്ട് പോവേണ്ട ഈശ്വര. അതുകൊണ്ടാണെങ്കിൽ 4 വീലർ ഡ്രൈവ് പിടിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ആ വഴി കയറാതിരിക്കുന്നതാണ് നല്ല കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടില്ല, വീഡിയോ കണ്ടില്ലായിരുന്നു, അതേപോലെ ടൈറ്റ് ഓഫ് റോഡാണ് വന്നിരുന്നത്. സോ നമ്മൾ കുറച്ച് തിരിച്ചങ്ങ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു 1 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു ലെഫ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഓഫ് റോഡും കൂടെ ഒന്ന് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വണ്ടി ആ ടെറൈനൊക്കെ പറ്റിയതാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ചൂസ് ചെയ്യുക, ആ ഒരു റോഡ് ചൂസ് ചെയ്യുക. അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചത് ഇതേപോലെ ഹമ്പുകളൊക്കെ ചാടി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അവിടുന്ന് ഒരു മണ്ണിട്ട വഴിയുണ്ട്, അതിന് എങ്ങനെയാണെന്ന് അവിടെ ചെന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. സ്കൈ ഒക്കെ നമുക്ക് വേണ്ട ഏകദേശം ഒരു ഗോൾഡൻ അവറിലേക്ക് എത്താനായിട്ടുള്ള രീതിയിലേക്ക് ആ മേഘങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ആ പ്യൂർ വൈറ്റ്നെസ്സിൽ നിന്നും ഒരു ചെറിയ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സ്കൈയില്. മേഘങ്ങളെ തൊട്ടുണരുന്ന മലകൾ. കുഞ്ഞന്തമ്പിയാരാണോ നമ്മുടെ കൂടെ ഇരിക്കുന്നത്? എഴുതാൻ തുടങ്ങിയാലുണ്ടല്ലോ. ഇതാണോ മണ്ണിട്ട വഴി? അത് അവരുടെ വീട്ടിലോട്ടുള്ള വഴിയല്ല. മീനുളിയും പറയുന്ന പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് ഇനി പോകേണ്ടത്. ഓക്കെ, ഈ ടാർട്ട് റോഡ് അല്ലേ? അല്ല, മണ്ണിട്ട റോഡ്. ഓ പണി പാളി ഗൈസ്. ഈ വഴിയാ പോകാൻ പറ്റുന്നത്. അപ്പൊ ഏകദേശം നമ്മൾ മീനുളിയൻ പാറയുടെ ഏകദേശം ആ പരിസര പ്രദേശങ്ങളിലൊക്കെ നമ്മൾ എത്തിക്കുക. നീ ഇവിടെ നിൽക്കുക, ഞങ്ങളെന്നാ പോയി കയറിയിട്ട് വരാവേ. താക്കോലി അങ്ങനെ ഉണ്ടോ കളി? നീ ഇവിടെ നേസിട്ട് കിടക്കുകയും ചെയ്യും, പെട്രോൾ കയറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മീനുളിയൻ പാറ കയറി തുടങ്ങി. സിഗ്നൽസ് ആയിട്ട് ഇവിടെ നമ്മുടെ ചീവീട് മാമന്മാരുണ്ട്, ചീവീട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലാണോ കയറുന്നേ? ഇതിലേ കയറാം, പക്ഷെ മുള്ളിട്ടിരിക്കുമല്ലേ? നമ്മൾ കയറി തുടങ്ങി, ഉളിയൻപാറ കയറി തുടങ്ങി. മർമലയുടെ കാലിൻ്റെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായി ട്രക്കിങ് വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. കാലിനധികം സ്ട്രെസ് കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഒരു 15 ദിവസം കൂടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ചിത്രശലഭമൊക്കെ പോകുന്നുണ്ട്. ഓ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ വീണ്ടും കയറിക്കൊണ്ടിരിക്കുവാണ്. മേളിൽ നിന്ന് എപ്പോഴോ ഒഴുകിയ വെള്ളം തേ നോക്കിയേ, ഇവിടം വരെ ആയിട്ടേ ഉള്ളൂ. ചെറിയ പൂവ്, എന്ത് പൂവാണോ? പിന്നെ എല്ലാ പാറയുടെ മേളിൽ എന്തേ ഇവനുണ്ടാവും. സ്കൈയുടെ
ലെവൽ ഒരു സൈഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. കാരണം അസ്തമയ സൂര്യൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറഞ്ഞു തുടങ്ങി. വേറെ പൂക്കളൊക്കെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. എന്നാൽ ലൈറ്റിങ് ഒന്ന് നോക്കി എന്ത് രസമാണെന്ന് നോക്കി കാണാനായിട്ട്. ആ ഏരിയയിൽ നിന്ന് വരുന്ന ലൈറ്റ് ഷെയ്ഡും രക്ഷയില്ല കേട്ടോ. കറക്റ്റ് റൈറ്റ് ടൈമിൽ നമ്മൾ വന്നിരിക്കുന്നത്. കാരണം സൂര്യൻ ഏകദേശം നമുക്ക് വേണ്ടിയിട്ട് തന്നെ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. ഉദയം സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ നിന്നായിരിക്കും സൂര്യൻ വരുന്നത്. കാരണം കിഴക്ക് പടിഞ്ഞാറ് വെച്ചിട്ട് മഴക്കാലത്തൊക്കെ ഇതിലെ കൂടെ നല്ല രീതിയിൽ വെള്ളം വരും. ആ സമയത്ത് നല്ല രീതിയിൽ സ്കിപ്പാകാൻ സാധ്യതയുള്ളതാണ്. കാര്യം ഈ പാറ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. വെള്ളം ഒഴുകി നല്ല രീതിയിൽ ഒഴുക്കാൻ മട്ടി കിടക്കുന്ന ഒരു പാറയത്. പിന്നെ ഷേപ്പ് തന്നെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ ചൂപ്പാട് തീർന്നു. സൈസ് 0 ഷിവിൻ്റെ പറക്കുന്നു. ഏകദേശം പകുതി നമ്മൾ കവർ ചെയ്തു. പകുതിയിൽ തന്നെ ഇത്ര നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇനിതാ ഇങ്ങനെ കിടക്കുകയാണ്. ശശിയാക്കി കളഞ്ഞുള്ള അലവലാതി. ഗൂഗിൾ മാപ്സ് കൊണ്ടുപോകും ഇതേപോലെ. അവിടെ വല്ല അനാക്കോണ്ടയുടെ വഴിയിലോട്ടാണോ കൊണ്ടുപോകുന്നത്? അവിടെ എന്നാ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? എടാ ഞാൻ പറഞ്ഞു വീണ് കഴിഞ്ഞാൽ നിങ്ങളും കൂടെ താഴെ വീട്ടിൽ വരും. അട വെച്ച് വീഴ്ത്താൻ പോലും പറ്റത്തില്ലാത്ത സൈസ് ഉണ്ട്. അല്ല നിങ്ങൾ താഴെ പോയാലല്ലേ ഞങ്ങൾക്ക് ടാസ്ക് കൂടുതൽ. എങ്ങനെയാലും ഒന്ന് കട വെച്ച് പിടിക്കാൻ നോക്കിയാൽ വലിയ ഇഞ്ചുറി ഒന്നും കാണത്തില്ലല്ലോ. ഇപ്പോൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. കുറച്ച് നടന്നാൽ മതി അവിടം വരെ. ഒരു 1/2 കിലോമീറ്റർ കൂടി. അയ്യോ ചത്തു ഗൈസ്. ടെൻ്റ് എടുത്തിരുന്നെങ്കിൽ ഞാനിവിടെ ടെൻ്റ് അടിച്ചിട്ട് നാളെ വല്ല തിരിച്ചിറങ്ങുള്ളായിരുന്നു. ചുമ്മാ ഇരുന്ന് ലോക്ക്ഡൗണിന് കഴിച്ച് ആരോഗ്യം പോയി. ഇപ്പോൾ ഒരു ട്രക്കിങ് പോലും നമുക്ക് നടക്കത്തില്ല. ഈ ആരോഗ്യം വെച്ചാലേ നമ്മൾ കോയമ്പത്തൂർ പോകാൻ വേണ്ടിയിരിക്കുന്നത്. പ്ലാൻ ഡ്രോപ്ഡ്, മിഷൻ ഫെയിൽഡ്. കുന്നംകുളം പത്തനംതിട്ടയാടാ. ശകുനത്തിൽ ആനയുടെ പിൻഭാഗം കാണുന്നത് നല്ലതാണ്. അമ്പത് ശതമാനം എന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഇനി ഒരുപാട് ദൂരം പോകാനുണ്ടെന്ന് തോന്നുന്നു. പുറകുണ്ടോ? കറക്റ്റ് ടൈമായിരുന്നു നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത്. ഉച്ചയ്ക്കൊക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഡെഡ് ബോഡി ആയേനെ. ഇപ്പം ഏകദേശം ടോപ്പ് അടുക്കുന്നതേ ഉള്ളൂ. അമ്മമാരോടെ നിൽപ്പുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ എൻ്റെ ടോപ്പ് കവർ ചെയ്തിട്ടുണ്ട്. ആ കാണുന്നതാണ് എൻ്റെ ടോപ്പ്. ഇനി നമുക്ക് ഇതുവഴി ഇറങ്ങി ആ കാണുന്ന കാട് എല്ലാം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്നിട്ട് നേരെ താഴേക്ക് എത്തണം. ഉയ്യോ പാടിളകി കേട്ടോ. പക്ഷേ ക്ഷീണം വരുന്നതല്ലാതെ കാഴ്ചകളെ പറ്റി നമുക്ക് ഒരിക്കലും ഒരു കുറ്റം പറയാനായിട്ടില്ല. കൊള്ളാം. പക്ഷെ മഴക്കാലത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി തെന്നലുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയാണ്. സിദ്ധു എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ എക്സ്പീരിയൻസ്. കൊള്ളാല്ലേ? അടിപൊളി. നല്ല കാറ്റ്, നല്ല തണുപ്പ്, അടിപൊളി വൈബ്. മീൻവിളിയമ്പോ നമ്മൾ എത്തിയിട്ടില്ല, നീ കിടക്കുന്നേ ഉള്ളൂ. അവിടെയുള്ള കാഴ്ചകൾ വേറെയാണ്. ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തവൻ പയറ് പോലെ ഓടുക. ഇവനെ കൊണ്ട് മാത്രമേ പറ്റൂ. നീ പറഞ്ഞത് ശരിയാട്ടോ. കുരങ്ങനെ ഓടുന്ന ഇവൻ ഓടുന്നുണ്ട്. കണ്ടല്ലേ
എടാ ഞാനേ മേളിൽ നൂറിൻ്റെ ഇറങ്ങിക്കോളാം കേട്ടോ. അതിലെ എന്നാ ലിഫ്റ്റ് വല്ലതും ഉണ്ടോ? ടോപ്പിൽ വന്നേക്കുവാണ്. ചില സൈഡ് കണ്ടോ നേരെ വെല്ല ചൂണ്ടിയൊക്കെ സ്ഥലം കണ്ടോ, അവിടെ ലൈറ്റുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇരുട്ട് വന്നത്. കാരണം ഏറ്റവും ഉയരമുള്ളത് ആ പോർഷനാണ്. മാത്രമല്ല അവിടെ ചെടികളോ മരങ്ങളോ ഒന്നുമില്ല. അത് കാരണം തന്നെ അവിടെ നല്ല വെയിൽ നമുക്ക് കാണാൻ. പാറയാണ്. ആ ഒരു പാറ സെറ്റപ്പ് ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ടോപ്പിലേക്കുള്ള ദൂരം ഇനി ഏകദേശം കുറച്ച് ദൂരം മാത്രം. കണ്ടടേ, കണ്ട് കൂടെ വന്നാലാന്നുള്ള ഒരു ഓർമ്മയും കൂടെ വേണം കേട്ടോ. ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമല്ലേ അലവലാതി. സെൽഫിയൊക്കെ എടുക്കുവാണ്. അങ്ങനെ ഏകദേശം ടോപ്പിലെ മലയാണ് ഈ കാണുന്നത്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഈശ്വര, ഈ കാണുന്നതല്ലേ ഇനി ഞാൻ തിരിച്ചിറങ്ങണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അവിടെ ഒരു വെള്ളപ്പൊട്ട് പോലെ കണ്ടോ, ചെറിയൊരു വെള്ളച്ചാട്ടം വരുന്നത്. എന്നാ വലിയ പാറയൊക്കെ നോക്കി. നമ്മളിതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു മല കണ്ടോ, ഏകദേശം ഒരു 2 കിലോമീറ്റർ കാണാമെന്ന് വിചാരിക്കാം. അതൊരു സ്കൈ വോക്ക് ചിലപ്പോൾ ചിലവുള്ള, പക്ഷെ നമുക്കൊരു റോപ്പ്, കേബിൾ കാറൊക്കെ ഇല്ലേ, കേബിൾ കാറൊക്കെ ആയിരുന്നെങ്കിൽ നല്ലൊരു വിഷ്വൽ നമുക്കിവിടെ കിട്ടിയേനെ. കാരണം അഡ്വഞ്ചർ ടൂറിസത്തിന് നല്ല ഒരു വഴിയായേനെ ഇത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, താഴെ കൂടെ നമുക്ക് പെരിയാറും കാണാൻ പറ്റും. നമുക്കിപ്പം നിലവിൽ വന്നേക്കുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലോട്ട് ഇടാനൊരു പ്ലാൻ വന്നിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ. ഞാൻ തോന്നുന്നു ഒരു 3 വർഷം മുമ്പ് ഇട്ട പദ്ധതിയാണ് അത്. പറഞ്ഞത് അവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സെക്കൻഡ് ഹൈസ്റ്റുള്ള ഏറ്റവും വലിയ റോപ്പായിരിക്കും അതാണ്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്നത്. ആ ഗോൾഡൻ അവർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പച്ചപ്പാ ഇവിടെ, വരൾച്ചെന്നൊരു സംഭവമില്ല. എപ്പോഴും വന്നാലും ഈ കാട് ഇങ്ങനെ എപ്പോഴും പച്ചപ്പാ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഏത് പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഏത് വേനക്കും വെള്ളമുണ്ട്. നമുക്ക് വരാനുള്ള എളുപ്പ വഴി ഇതിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതിലുണ്ടല്ലോ അപാര ഹൈറ്റ്, അത് നല്ല താഴ്ചയിലേക്കാണ് സംഭവം നിൽക്കുന്നത്. പെരിയാർ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അസമയ സൂര്യൻ അവിടെ വരുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഇത് വേണം, കണ്ടല്ലോ സ്കൈയുടെ ആ ഒരു ഭംഗിയുണ്ടല്ലോ. പെരിയാർ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതാ പെരിയാർ കാണുന്നുണ്ടാ, അവിടെയാണ് പെരിയാറുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻ്റ് മാത്രമല്ല, വളരെ ഡൽഹി ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ബോട്ടിൽസ് പൊട്ടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇത്രയൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവന്മാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ടൂറിസത്തെ നശിപ്പിക്കുന്നത് പെരിയാർ. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വിം ചെയ്യാം. എത്ര ആയിട്ടുണ്ടാവും സ്വിം ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നല്ലപോലെ കോടയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് പെരിയാർ. ഈ ചെറിയ കാടിനകത്തോടെ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. മീനുളിയമ്പാറ ട്രക്കിംഗ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കയറുന്നതിനേക്കാളും റിസ്ക് ആയിട്ടാണ് ഇറക്കം വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഏകദേശം കണ്ടായിരുന്നു ഒരു 65 ഡിഗ്രിയൊക്കെയാണ് കയറ്റം വന്നിരുന്നത്. നമ്മളപ്പോൾ ആ ഒരു കയറ്റമാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നേരെ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അതങ്ങ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനി നമ്മൾ അടുത്ത് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് വേറെ എങ്ങും കയറുന്നൊന്നുമില്ല. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് ഈ ഒരു സമയത്തൊക്കെ കയറാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സമയം എന്ന് പറയുന്നത് ഇറങ്ങുന്ന സമയമാണ്. 6 മണിയാണ് ഈ ഇറങ്ങുന്ന സമയം. അതേസമയം നമ്മൾ കയറുവാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണി കഴിഞ്ഞിട്ട് കയറാൻ ശ്രമിക്കുക. 2:30-ക്കൊക്കെ നല്ല ചൂടാണ്. 3 മണി കഴിഞ്ഞിട്ട് കയറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ലപോലെ റെസ്റ്റ് ചെയ്ത് കയറാനായിട്ട് പറ്റും.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ട്രാവൽ വീഡിയോസിനായിട്ട് ആണ് ഞാനിത് പറയുന്നത്. കാരണം നമ്മൾ ട്രാവൽ വീഡിയോസും അതേപോലെ തന്നെ വണ്ടികളുടെ റിവ്യൂ, പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയായിരിക്കും നമ്മുടെ ചാനൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഫെബ്രുവരിയിലേക്ക് ഒരു ഓൾ ഇന്ത്യ റൈഡ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും നമ്മുടെ ഈ ചാനലിലൂടെ ആയിരിക്കും നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെല്ലാത്തിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇഷ്ടപ്പെടാതെ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.